മഴക്കാലമായാൽ പിന്നെ ഏതൊരു വീട്ടമ്മയും ചെയ്തിരിക്കേണ്ടതും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള നല്ല നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ള് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്പുകളാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മഗ്ഗിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും എടുക്കണ്ട. ഇതേപോലെയുള്ള മഗ്ഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കാം. എന്നിട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ചക്കയും മാങ്ങയുടെ ഒക്കെ ആ ഒരു സീസണും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈച്ചകളാണ്. ഡൈനിങ് ടേബിളിലും കിച്ചണിലും എല്ലായിടത്തും ഈച്ചകളെ കാണാറുണ്ട്. അപ്പോൾ ഈച്ചകളെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് ഈ ഒരു സ്പ്രേ മതി. അപ്പോൾ നമുക്ക് കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ച, കണ്ണീച്ച അങ്ങനെയുള്ള പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഡൈനിങ് ടേബിളിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ കിടന്നോളും. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മൾ ഡെറ്റോളും നാരങ്ങാനീരും കൂടി മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഈച്ചകൾ നമുക്കറിയാലോ പല പല രോഗങ്ങളൊക്കെ പരത്തുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ചകളെ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിനായിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുഡിലൊന്നും ഒട്ടും തന്നെ ഈച്ച ശല്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ ഈ വെള്ളം ഒരല്പം ചേർത്തിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഈച്ചശല്യം മാറ്റാനായിട്ട് ഈച്ചകൾക്കൊരു കെണി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ പതപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈച്ചകളെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഈ പാത്രം അങ്ങ് വച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈച്ചകൾ വന്ന് ഈ വെള്ളത്തിൽ ചാടിക്കിടന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈച്ചശല്യം ഒഴിവാക്കാൻ പറ്റും. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ ചുമയും കഫക്കെട്ടും അതേപോലെ തന്നെ ജലദോഷമൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം കിട്ടാനും അതേപോലെ തന്നെ നല്ല പ്രതിരോധ ശക്തി കിട്ടാനുമായിട്ടുള്ളൊരു ടിപ്പ് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഞാനൊരു നാരങ്ങ ഫോർക്കിൽ കുത്തിയിട്ട് ഇതേപോലെ ഗ്യാസിന് മുകളിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാരങ്ങയുടെ പുറന്തോടൊക്കെ നന്നായിട്ടൊന്ന് ചുട്ടെടുത്ത പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നാരങ്ങയുടെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. നാരങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് നീര് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പകുതി നാരങ്ങ ആയാലും മതി. അപ്പോൾ ഇത് ഞാൻ നാരങ്ങാ നീര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ നീര് കൂടി വേണം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് കൂടി എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും നാരങ്ങയൊക്കെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് പറ്റിയ കിഡിലൻ ഐറ്റംസാണ്. അപ്പോൾ കഫക്കെട്ടൊക്കെ മാറാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഇഞ്ചി നീരും നാരങ്ങാനീരും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. നമുക്ക് ഈ ഇഞ്ചി നീരും നാരങ്ങാനീരും ചേർത്തിട്ട് ഒരല്പം തേനും കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് തേനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നമ്മുടെ ശരീരത്തിലെ കഫമൊക്കെ ഉരുക്കി കളയാനൊക്കെ വളരെ നല്ലതാണ്. ഈ 4 ഐറ്റംസും കൂടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്പൂൺ വീതം 4 നേരം കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ കഫക്കെട്ട്, കുത്തിയുള്ള ചുമ, അതേപോലെ തൊണ്ടവേദന എല്ലാത്തിനും നല്ല ആശ്വാസം ലഭിക്കും. ചെറുതായിട്ട് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു പ്രതിരോധ ശക്തി കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വായ്പുണ്ണ് മാറാനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു മരുന്നാണ് ഈ തേൻ. അപ്പോൾ വായ്പുണ്ണൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ വായ്പുണ്ണുള്ള ഭാഗത്ത് ഒരല്പം തേൻ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങും. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ബ്രഷൊക്കെ തട്ടിയിട്ട് അവിടെയും ചിലപ്പോൾ കുരുവൊക്കെ പോലെ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കും ആ ഭാഗത്ത് തേൻ പുരട്ടി കൊടുത്താൽ മതി. വായ്പുണ്ണ് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല പെയിനാണ്. അപ്പോൾ നല്ല വേദനയൊക്കെ മാറാനും ഇത് നല്ലതാണ്. ഈ വായ്പുണ്ണുള്ള ഭാഗത്ത് തേൻ പുരട്ടി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും. പിന്നെ വായ്പുണ്ണ് മാറാനും നല്ലതാണ്. തുടക്കത്തിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. വായ്പുണ്ണ് നന്നായിട്ട് വീർത്ത് പഴുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യം അടുപ്പിച്ച് തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മരുന്നാണ്. വായ്പുണ്ണുള്ള സമയത്ത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ആശ്വാസം കിട്ടിയ ഒരു കിഡിലൻ ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.
മഴക്കാലത്താണ് കൂടുതലായിട്ട് രോഗങ്ങൾ പകരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളൊക്കെ അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല പ്രതിരോധ ശക്തി കൊടുക്കാനും അതേപോലെ തന്നെ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ ഈ ടിപ്പുകൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.